ഇന്ന് ഞാൻ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഡ്രസീന വർഗ്ഗത്തിൽപ്പെട്ട ഡ്രസീന സ്റ്റാർഡസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോറിഡ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണിത്. അധികം കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടെയാണിത്. തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അധികം കെയറിങ്ങിൻ്റെയോ മെയിൻ്റനൻസിൻ്റെയോ ഒന്നും ആവശ്യം ഈ പ്ലാന്റിനില്ല. നമുക്ക് ഇൻഡോറായി വെക്കാനാണെങ്കിലും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റാണിത്. നമുക്ക് ഇൻഡോറിൽ സാധാരണ പ്ലാന്റ്സിനൊക്കെ കാണുന്ന പോലെ ഇല കരിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിൽ ഈ ചെടി നല്ല ഭംഗിയിൽ വളർന്നു വരും. നല്ല വെളിച്ചം വേണമെങ്കിലും ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കും ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ അതുപോലെ വെക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ചെറുതായിട്ട് കരിച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡെയിലി നനച്ച് കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കിതിൻ്റെ മേൽമണ്ണൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നനച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം കൊടുക്കാനായിട്ട്. നമുക്ക് സാധാ കൊടുക്കുന്ന ചാണകപ്പൊടി, മണൽ, അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ് ചേർത്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ മന്ത്ലി ഒരിക്കൽ വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഫ്ലവറിങ് ഒന്നും അല്ലാത്തതുകൊണ്ട് ചാണകപ്പൊടി മാത്രമായാലും കുഴപ്പമില്ല. പിന്നെ ഗ്രോത്ത് ബൂസ്റ്ററായിട്ട് നമുക്ക് NPKയും യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. നമുക്കിതിൻ്റെ തൈ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് എളുപ്പം ഇതിന് തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്ലാന്റ് ഉണ്ടായാൽ മതി, നമുക്ക് ഒരുപാട് ചെടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. സാധാ മണലിലൊന്ന് കുഴിച്ചിട്ടാൽ മതി, നമുക്ക് വേര് പിടിച്ച് കിട്ടും. അതോടൊപ്പം തന്നെ പുതിയ മുളപ്പുകളും വന്ന് കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ 2 ലീഫുള്ള ഒരു കട്ടിങ് വെച്ചിട്ട് ഞാൻ മുളപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വലുതായി കിട്ടും. ഇതിന് നമുക്ക് ബുഷിയായി വളർത്താമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളർത്താം. നമ്മുടെ ചൈനീസ് ബാമ്പു പോലെ തന്നെ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളരെ ഭംഗിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡോറിലും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലോറിഡ ബ്യൂട്ടിയുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.